ലൈഫ് മാറ്റിമറിക്കാനുള്ള അവസരം നിങ്ങളുടെ മുന്നിൽ എന്താണ്? ഇനി കുറച്ചാണ്. ഒരൊറ്റ ചോയ്സേ നിങ്ങൾക്കുള്ളൂ. ഇപ്പൊ തുടങ്ങാം. ഡിസംബർ ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് ബോധം വെച്ചിട്ടും എന്തില്ലടാ കാര്യമില്ല. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് കഴിഞ്ഞാൽ മതി, ഇതേപോലെ തന്നെ ജീവിച്ചാൽ മതി, ഇത്രയൊക്കെ പൈസ മതി, പാരൻസിനൊക്കെ ഇങ്ങനെ തന്നെ ഒരു ലൈഫ് മതി എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലില്ലാത്ത, ഫുട്ബോൾ ഫാന്റസി ലീഗുകളിലില്ലാത്ത, ഗെയിം കളിക്കാൻ വരാത്ത, ഷോർട്സ് കാണാത്ത കുറച്ചാളെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ലേ? അവരുടെ ഉള്ളിലൊക്കെ ആ ഒരു സാധനം തന്നെ, ഇങ്ങനൊന്നും ആയാൽ പോരെ, എങ്ങനെയെങ്കിലൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടണം. ആ ചിന്തയുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങളിത് കണ്ടാൽ മതി. ഹായ് മക്കളെ, ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. അതായത് ഫൈനൽ വാണിംഗ് ഫോർ ഓൾ +2 സ്റ്റുഡൻസ്. എന്താ വാണിംഗ് എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ഒരു കാര്യം പറയണം. അതായത് നിങ്ങൾ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, എന്ത് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് കഴിഞ്ഞാൽ മതി, ഇതേപോലെ തന്നെ ജീവിച്ചാൽ മതി, ഇത്രയൊക്കെ പൈസ മതി, പാരൻസിനൊക്കെ ഇങ്ങനെ തന്നെ ഒരു ലൈഫ് മതി എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതേപോലെ ജീവിച്ചാൽ എന്തായിരിക്കും? ലൈഫിൽ വല്ലാതൊന്നും ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ തന്നെ നിങ്ങൾ അവസാനം വരെ ജീവിച്ചോളും. പക്ഷെ ഞാനൊന്നും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അതായത് +1 +2 രാവും പകലും പഠിച്ചിട്ട് എന്ത് വന്നാലും NIT കയറണം എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ചത് വേറൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള, പാരൻസ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്നും എന്താണ് നിങ്ങളുടെ കൂടെ എന്താ പറയുക, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലില്ലാത്ത, ഫുട്ബോൾ ഫാന്റസി ലീഗുകളിലില്ലാത്ത, ഗെയിം കളിക്കാൻ വരാത്ത, ഷോർട്സ് കാണാത്ത കുറച്ചാളെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ലേ? അവരുടെ ഉള്ളിലൊക്കെ ആ ഒരു സാധനം തന്നെ, ഇങ്ങനൊന്നും ആയാൽ പോരെ, എങ്ങനെയെങ്കിലൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടണം. ആ ചിന്തയുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങളിത് കണ്ടാൽ മതി. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ബിഫോർ സ്റ്റാർട്ടിങ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിടാം. ഇത് ഞാൻ ഇതേപോലത്തെ സിമിലർ, ഇത്ര അഗ്രസീവായിട്ടോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. 4ാമത്തെ വർഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും ഒരു ഓണപ്പരീക്ഷ കഴിയുമ്പോൾ ഞാൻ +2 കുട്ടികളോട് ഈ കാര്യം പറയാറുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാറുള്ളൂ, ഇത് ഫോളോ ചെയ്യാറുള്ളൂ. ഞാൻ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പം എവിടുന്നെങ്കിലും വെച്ച് എന്നെ കാണുമ്പോൾ ഓടി വന്നിട്ട് പറയും, സാറേ അന്ന് സാറ് പറഞ്ഞ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ ആവില്ല, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് കയ്യും കാലും വിറക്കുന്നുണ്ടെന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ. എനിക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ല നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഫോളോ ചെയ്ത ആൾ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ +2 മാത്രമല്ല ജീവിതത്തിൽ ഉറപ്പായിട്ട് എന്താണ് നിങ്ങൾ വിശ്വസിക്കും. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ്, വാണിങ്ങിന് മുമ്പിന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഗുഡ് ന്യൂസ് ആണോ ബാഡ് ന്യൂസ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ഞാനിത് പറയാൻ പോകുന്നത്, നിങ്ങൾ +2 പഠിക്കണം, +2 മാർക്ക് വാങ്ങണമെന്നാണല്ലോ. നിങ്ങൾക്ക് ഈ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പ്രൊഫഷണൽ കോഴ്സസ് ആണ്, നീറ്റ്, JEE, അതേപോലെ തന്നെ ഈ മെഡിക്കൽ ഫീൽഡ്, നഴ്സിംഗ്. അത് അപ്പം ആ കോഴ്സൊക്കെ കഴിഞ്ഞാൽ മാർക്കൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് എവിടെയും കോളേജ് കിട്ടാത്ത അവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതായത് ഒരുപാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ, നിങ്ങളുടെ നാട്ടിലുള്ളതും ഫറൂഖ് കോളേജിലും മഹാരാജാസിലും ഒക്കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ദ ഗുഡ് ന്യൂസ് ആൻഡ് ബാഡ് ന്യൂസ് ഇസ്, ഈ വർഷം ഈ കോളേജുകളിലെ പല കോഴ്സുകളിലും വളരെ കുറച്ച് കുട്ടികളുള്ളൂ. അതായത് ചില കോളേജുകളിലൊക്കെ ആകെ മൊത്തം 50-100 കുട്ടികളൊക്കെ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് അടുത്ത വർഷം മാർക്ക് കുറവാണെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടും. അതായിരിക്കും ചിലപ്പോൾ ഗുഡ് ന്യൂസ്. അല്ലെങ്കിൽ മുമ്പ് ഒരു 3-4 വർഷം മുമ്പ് 99% ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കിട്ടിയിരുന്ന പല കോഴ്സുകളും ഇപ്പോൾ 85-86% ഉണ്ടായാൽ മതി. എന്താ സംഭവിച്ചെന്നറിയോ? അതായത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സുകളൊക്കെ ഇപ്പോൾ 4 years ആയി. അതായത് നിങ്ങൾ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BSc ഫിസിക്സോ BA ഹിസ്റ്ററിയോ BA ഇംഗ്ലീഷോ പഠിക്കുന്നതോ ഒരു BTech പഠിക്കുന്നതും വർഷത്തിൻ്റെ കണക്ക് ഇവിടെ സെയിമാണ്. ഞാൻ മുമ്പ് 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതുണ്ടായിരുന്നു. ഇപ്പം 4 വർഷം പഠിക്കണമെന്ന് മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞാൽ വല്ല ജോലിയും കിട്ടുമെന്നുള്ള ഡൗട്ടാണ്. അതാണ് ഇതിൻ്റെ ബാഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല. ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കോഴ്സിൽ 4 വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. 4 വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും, പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മാറ്റാനുള്ളൊരു വരുമാനം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് അത്ര ഉറപ്പില്ല. ആൻഡ് ദാറ്റ്സ് ദ ബാഡ് ന്യൂസ്. കാര്യം മനസ്സിലായല്ലോ? സാർ കുറേ നേരമല്ലേ ഡയലോഗ്. എന്താ വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. യു ഡോണ്ട് ഹാവ് ടൈം. ഇതെനിക്ക് ആദ്യം എഴുതി വെക്കായിരുന്നു, പക്ഷേ ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടാവില്ല മക്കളെ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇനി 120 മാർക്ക് ബാക്കിയല്ലേ, 80 മാർക്കല്ലേ +1 ആ 80 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തതെന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ. അതൊക്കെ പോട്ടെ. ആ 120 മാർക്കിൽ 60 മാർക്ക് മാത്രമാണ് നിങ്ങളെ എഴുത്തു പരീക്ഷ, ഫൈനൽ എക്സാം. 20 മാർക്ക് നിങ്ങളെ CE ആണ്. ആൻഡ് 40 മാർക്ക് നിങ്ങൾക്ക് ലാബ്. അത് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഒക്കെ എന്തുണ്ട്, ആ ഒരു 40 മാർക്കുണ്ട്. ആൻഡ് ഇപ്പം തന്നെ പല സ്കൂളുകളിലും ലാബ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിന് മാത്രമേ, ഈ 60 മാർക്ക് നേടാൻ വേണ്ടി മാത്രമേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. ശ്വാസം വിടാൻ പോലും നേരം ഉണ്ടാവില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി കൂടെ ആകെ മൊത്തം ഒരു 50 ചാപ്റ്റർ അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാവുള്ളൂ. ആൻഡ് ആ 50 ചാപ്റ്റർ പഠിക്കാൻ ജനുവരി മുതൽ പഠിച്ചാൽ മതി. പക്ഷെ 50 ചാപ്റ്റർ പഠിക്കാൻ പറ്റും, അത് തുറന്ന് നോക്കാൻ പോലും എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓണത്തിന് ശേഷം ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും പല കുട്ടികളും എന്താ, സാറ് വെറുതെ അന്നേരം എങ്ങനെയെങ്കിലും പഠിക്കാം, 50 ചാപ്റ്റർ അല്ലേ. പറ്റൂല കേട്ടോ, പറ്റൂല. ഓക്കെ. ആൻഡ്
+2 ശേഷം നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല കോളേജുകളിലും പല കോഴ്സുകളിലും സീറ്റ് കാലിയാണ്. ഇപ്പോഴും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ട്. അവർക്ക് സീറ്റ് ഇല്ലേറ്റല്ല, നല്ല കോഴ്സ് കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ അവിടെ സംഭവിച്ച ഒരു കാര്യം കൂടി ഉണ്ട്. കുറേ ന്യൂ ജെൻ കോഴ്സുകൾ ഉണ്ടായിരുന്നു. മെഷീൻ ലേണിങ്, ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ടോപ്പ് കോളേജുകളിൽ തന്നെ BSc ഡിഗ്രികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ആൻഡ് അതിനൊക്കെ പിടുത്തം വിട്ട മാർക്ക് വേണം. 99, 98 ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. എന്തിന് നഴ്സിങ്ങിനടക്കം നിങ്ങൾ സീനിയേഴ്സിനോട് ആരോടെ ചോദിച്ചു നോക്ക്. 95ൻ്റെ മുകളിലില്ലാത്ത ഒരാളും എന്ത് ചെയ്തിട്ടില്ല, പാരാമെഡിക്കൽ കോഴ്സിന് കയറിയിട്ടില്ല. സോ ആ അവസരം, ആ എക്സലൻ്റ് ആവാൻ, അല്ലെ ലൈഫ് മാറ്റിമറിക്കാനുള്ള അവസരം നിങ്ങളുടെ മുന്നിൽ എന്താണ്? ഇനി കുറച്ചാണ്. ഒരൊറ്റ ചോയ്സേ നിങ്ങൾക്കുള്ളൂ. ഇപ്പം തുടങ്ങാം. ഡിസംബർ ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് ബോധം വെച്ചിട്ടും എന്തില്ലടാ കാര്യമില്ല. അതായത് പരീക്ഷാ പേപ്പറുകൾക്ക് എളുപ്പമുള്ള കാലത്തെ കുറിച്ചാട്ടോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 4 വർഷം ഇക്കുറി പരീക്ഷ ടഫ് ആകുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് പറ്റൂലടാ. സോ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ. നിങ്ങൾ ഈ സമയം വരെ, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എന്താ ചിന്തിച്ചെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ കമൻറ്റ് ഒരുപാട് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള എനർജി നൽകും. ഓക്കെ, so that's it. My final warning is over. Bye.